അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കാര്യം എന്താ? അത്തിബ് മത്അമക കുൻ മുസ്തജാബദ് ദഅവാ. അത്തിബ് മത്അമക, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാമർ വരുത്തുക എന്നല്ല. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ഭക്ഷണത്തിന് വല്ലാത്ത ഗ്ലാമറല്ലേ. ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാനായി കൊണ്ടിരുത്തിയ വീടിന്റെ മുമ്പ് നിരത്തി വെച്ച ഭക്ഷണം ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയില്ല, പേര് പറയാനും എനിക്കറിയില്ല. കേട്ടു പണ്ട് പിന്നെ നമ്മൾ ദറസിൽ പഠിക്കുമ്പോൾ ഇസ്ലങ്കി സർവാക്കണ പോലെയുള്ള പേരുകളാണ് ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ പേര്. എല്ലാം പല മോഡലാണ്. ഇന്ത്യയിലെ പടത്തിന്റെ മോഡലിലുള്ളതുണ്ട്, ഫുട്ബോൾ പോലെ ഇരിക്കുന്നതുണ്ട്, ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്നതുണ്ട്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഓരോ പേരുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാ. പിന്നെ ഉണ്ടല്ലോ, മുട്ട ഇങ്ങനെ എടുത്തിട്ട് നേർ പകുതിയായി രണ്ടാക്കി മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഉള്ളി, ചെറിയ മുളക്, ചെറിയ ഉപ്പ്, ചെറിയ എന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഗ്ലാമറിൽ വെച്ചിരിക്കുക. കണ്ടാൽ നോമ്പുള്ളവൻ വരെ എടുത്ത് കഴിച്ചു പോകും, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോ അത്തിബ് മത്അമക, ഭക്ഷണം ഭംഗിയാക്കാൻ പറഞ്ഞാൽ കറങ്ങുന്ന കോഴിയുടെ ഭംഗിയല്ല പറഞ്ഞത്, ഷവർമയുടെ ഭംഗിയല്ല പറഞ്ഞത്, സാൻഡ്വിച്ചിന്റെ ഭംഗിയല്ല പറഞ്ഞത്, ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന ക്ലാസിന്റെ ഭംഗിയല്ല പറഞ്ഞത്. പിന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അത്തിബ് മത്അമക, നിന്റെ ഭക്ഷണം ഹലാലായതായാൽ കുൻ മുസ്തജാബദ് ദഅവാ, നീ ദുആ സ്വീകരിക്കപ്പെടുന്നവനാകും. നിങ്ങളപ്പോ പറയൂ, ഉസ്താദേ ഞാൻ ചെറിയ പരിചയമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പോയി, അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ തീരുമാനിക്കുന്നു ഒരു മാസം കൂടി ആ പരിചയമായി ബന്ധപ്പെട്ടിട്ട് മാറിക്കൊള്ളാം. അത് പാടില്ല. നാളെ മരണപ്പെട്ടു പോയാൽ അള്ളാന്റെ പള്ളിപ്പറമ്പലിന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ടുവച്ചാൽ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ബർസഖ ജീവിതത്തിൽ അഭിമാനത്തോടെ കിടന്നിറങ്ങണമെങ്കിൽ ഹറാമായ ഭക്ഷണം നമുക്ക് കിട്ടാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിനോട് ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്ക് അലുവ കഴിക്കണമെന്ന മോഹമുണ്ട്, നടത്തി തരുമെന്ന് ചോദിച്ചു. അലുവ അന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മൾ അലുവയെ പോലെയുള്ള അലുവ കാണൂല. ഹലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, മധുരമുള്ളത്. അപ്പൊ അന്നത്തെ അലുവ ഏതാണോ അത്. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, ബുഖാരിയിലുണ്ടോ? അബൂബക്കറിന്റെ ഭാര്യ അലുവ ചോദിച്ചൊന്ന് ബുഖാരിയിലുണ്ടോ വാക്കവി എന്ന് ചോദിച്ചാൽ ബുഖാരിയിലില്ല. നിങ്ങൾ ഇനി അത് ചോദിച്ചോണ്ട് വരണ്ട. എല്ലാവർക്കും ബുഖാരി ചോദിപ്പോൾ ഇച്ചിരി കൂടുതല, അങ്ങ് മാറിക്കോളും കുറച്ച് കഴിയുമ്പോൾ. കുറച്ചു പേർക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അലുവ ചോദിച്ചു, വേണമെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അലുവ വാങ്ങിത്തരാൻ എന്റെ കയ്യിൽ കാശില്ല. ആരാ പറയുന്നത്? ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പൂ അബൂബക്കർ ഉമറന്നോരേ, സ്വർഗ ഇടം കണ്ട് കരൽ പോട്ടി തകർന്നോനാണേ. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ രാജകുമാരനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, കാസർഗോഡ് ജില്ലയിലെ അബ്ദാദ് നഗറിൽ വന്ന പാവപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നീ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് തരാതിരിക്കുമോ? കറങ്ങണ കോഴി വേണമെന്ന് പറയുമ്പോ ഒരു കറക്കത്തിനകത്ത് വാങ്ങിക്കൊണ്ട് തരുന്ന മണവാളന്റെ പവർ മറന്നു പോകുന്ന പെണ്ണേ, എന്തിനേറെ മോഡൽ ആഭരണം വേണമെന്ന് പറയുമ്പോ, വസ്ത്രം വേണമെന്ന് പറയുമ്പോ, സുഖം വേണമെന്ന് പറയുമ്പോ, സന്തോഷം വേണമെന്ന് പറയുമ്പോ അത് മുഴുവനും നിനക്ക് വാങ്ങിക്കൊണ്ട് തരുന്ന ഭർത്താവിന്റെ പവർ അറിയാത്ത പെങ്ങളെ, അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി അല്ലാഹു തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണെ, നിനക്ക് അലുവ വാങ്ങിത്തരാനുള്ള കാശന്റെ കൈവശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുകയാ, ദുനിയാവിലെ അലുവ വേണമോ ആഖിറത്തിന്റെ അലുവ വേണമോ? അത് മൗലിയാക്കന്മാരുടെ സ്ഥിരം ചോദ്യമാണ്. പെണ്ണ് സാരി വേണമെന്ന് പറയുമ്പോൾ ദുനിയാവിലെ സാരി വേണോ ആഖിറത്തിലെ സാരി വേണോ? പെണ്ണ് പേടിച്ചിട്ട് ആഖിറത്തിലെ മതി എന്ന് പറയുമ്പോൾ ശരി, അപ്പൊ അസ്സലാമു അലൈക്കും, ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാലോ.
നിങ്ങൾക്കും അങ്ങനെ ചോദിക്കാം. ഈമാനുള്ള പെണ്ണ് ആഖിറത്തിലെ സാരി വേണമെന്ന് പറയുള്ളൂ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിലെ അലുവ വേണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഈ സംഭവം. മൂപ്പരുത്തി പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ അലുവ മതി തൽക്കാലം, ആഖിറത്തിൽ ഞാൻ പിന്നെ പടച്ചോണ്ടെന്ന് വാങ്ങിച്ചോളാം. കുടുങ്ങി. കൊടുത്തല്ലേ പറ്റൂ. കാശില്ല എന്ന് പറഞ്ഞു. കാശില്ല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ആ ഭാര്യ വീട്ടിൽ പോവില്ല. ഈമാനും തഖ്വയും തൻ്റെ ഉള്ള പെണ്ണ. ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ ഭർത്താവിന്റെ കാലിൽ കുരു വരുമ്പോ വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പെട്ടി എടുത്തുകൊണ്ടങ്ങ് വീട്ടിൽ പോവും. ആ സ്വഭാവം ഇല്ല. ഭർത്താവ് നിനക്ക് ഈ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും നിന്റെ പ്രിയപ്പെട്ടവർ ചെയ്തു തരുന്നതിന് തിരിച്ചു നീ കൊടുക്കേണ്ടത് എപ്പോഴാ തിരിച്ചു കൊടുക്കേണ്ടത്? ഇപ്പോഴല്ല, എപ്പോഴാ? ആദ്യം അസുഖം വരുന്നതും തളരുന്നതും ഭർത്താവാണ്, ഭാര്യമാരല്ല. ഭർത്താക്കന്മാരാണ്. പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്ത് അസുഖം വന്ന് തളർന്ന് കിടക്കുമ്പോ അപ്പോഴാണ് പെണ്ണെ നിന്റെ വിലയറിയുന്നത്. 20 വയസ്സു മുതൽ നിന്നെ ഓമനിച്ച് വളർത്തിയ, 20 വയസ്സു മുതൽ നിന്റെ വികാരവും നിന്റെ വിചാരവും പൂർത്തീകരിക്കാൻ നിന്റെ കൂടെ നിഴല് പോലെ നിന്ന ഭർത്താവിന് വേണ്ടി നീ സഹായം തിരിച്ചു ചെയ്യേണ്ടത് ആ ഭർത്താവ് ഒരുപാട് രോഗിയായി കിടക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയ ഭാഗ്യം കണ്ടോ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരട്ടെ. സുഖത്തിന് വേണ്ടി കൊണ്ടു നടക്കാൻ വേണ്ടി എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ? കൂട്ടുകാരനെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഒരു ഭാര്യ? ഒരിക്കലും നമ്മൾ ഭാര്യയെ മറന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് കടന്നു പോകരുത്. എത്രയോ പേര് അറിയപ്പെട്ട ഉസ്താദുമാരെ കുറിച്ച് പോലും അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹർ കൊടുത്തുകൊണ്ട് നിക്കാഹ് ചെയ്ത പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചു പോകുമെന്ന് പറയാൻ, ഒരാലിമിനെ കുറിച്ച് പറയാൻ എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ മനസ്സത്രത്തോളം ചീഞ്ഞളിഞ്ഞു പോയോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ പറയരുത്. അതൊക്കെ അപകടമാണ്. അവർക്കൊക്കെ നാശം അവരുടെ ജീവിതത്തിലൂടെ അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാവരും കളഞ്ഞിട്ട് പോയി. ശരീരം ദുർഗന്ധം വമിക്കാൻ കഴിയാറ് പൊട്ടിനാറിയപ്പോ എല്ലാവരും കളഞ്ഞിട്ട് പോയി. സ്വത്തുക്കളൊക്കെ പോയി, കുടുംബമൊക്കെ പോയി. അവസാനമതാ ആ ശരീരത്തിൽ നിന്ന് ചീഞ്ചലം പൊട്ടി ഒഴുകുമ്പോൾ ആ ശരീരത്തെ വെള്ളം ചൂടാക്കിയിട്ട് ശരീരത്തിൽ വെച്ചു കൊടുക്കുന്ന, ശരീരം തടവിക്കൊടുക്കുന്ന ആ ശരീരത്തിന് പോലും അറപ്പുകൂടാതെ കവിളത്ത് മുത്തം കൊടുക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. കാസർഗോഡ് ജില്ലയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യമാര്, അല്ലാഹുവേ നീ എങ്ങനെയാക്കണേ തമ്പുരാനെ. അപ്പോഴാണ് ആവശ്യമുള്ളത്, ആ സമയത്താണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിവ കൊടുക്കൂല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്വഭാവക്കാരി ആയിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ക്ഷമയോടുകൂടി കാത്തിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ മുമ്പിൽ ഒരു പാത്രത്തിൽ അലുവ കൊണ്ട് വെച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എവിടെന്നാ? അത് ചോദിക്കണ്ടേ? എവിടെന്നാണ് ചോദിക്കണ്ടേ? ഭാര്യ തരണത് മുഴുവനും വാരി കയറ്റിയിട്ടാണ് ഹറാമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ചോദിക്കണം എവിടെന്നാ. അപ്പുറത്തെ വീട്ടിലെ കോഴിയെ പിടിച്ച് കതവിന്റെ ഇടയിൽ വെച്ച് പൊരിച്ചിഞ്ഞ് തരും. ഭർത്താവ് പറയും, ഓ പെമ്പറന്നൂത്തിന്ന് പറഞ്ഞ എന്തെന്ന് അറിയില്ല ഉസ്താദ്, ഇപ്പൊ സ്നേഹം കൂടി വരിക, സുബൈദയുടെ കോഴി കുറഞ്ഞു വരിക. അങ്ങനെ കൂടിയിട്ട് കാര്യമില്ല. അങ്ങനെ കൂടിയിട്ട് എന്താ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ചോദിക്കണം ഇതെവിടെ നിന്നാ. മക്കള് സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഒരു ഐസ്ക്രീം കുടിച്ചുകൊണ്ട് വരുന്നു, മോനെ ഇത് എവിടുന്നാ? ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി വാപ്പ കൊടുത്തേക്കും. എന്നാലും ആ വണ്ടിക്കൂലിക്ക് കാമുകിക്ക് മിസ് കോൾ അടിക്കാൻ വേണ്ടി റീചാർജ് കൂപ്പൺ വാങ്ങിച്ചു കൊടുത്തിട്ട് വഴിയിൽ നിന്നിട്ട് വണ്ടി പോണവരൊക്കെ കൈ കാണിച്ചിട്ട് ലിഫ്റ്റ് തരുമോ. ഇത് ആട്ടിയുടെ കുറവാ. ഒരു വാപ്പായും വണ്ടിക്കൂലിക്ക് കാശ് കൊടുക്കാതെ മക്കളെ പഠിക്കാൻ വിടൂല. ഇതൊക്കെ കൊണ്ടുപോയി കാമുകിയാർക്ക് ചാർജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് റോട്ടി ഇറങ്ങി നിന്നിട്ട് വണ്ടി പോകുമ്പോൾ അങ്ങനൊരു കാണിക്കലോ. ലിഫ്റ്റ് ചോദിക്കണം എങ്ങനെയാണെന്നോ, എനിക്കറിയില്ല എങ്ങനെയാണെന്ന് തോന്നുന്നു. എൻ്റെ ചോദ്യം
അപ്പോ എവിടെന്നാന്ന് ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചത് എവിടെന്നാ? മഹദി പറഞ്ഞു, അബൂബക്കറേ, അങ്ങ് ഓരോ ദിവസവും എനിക്ക് ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, ആ കാശ് ഇന്നത്തെ പെണ്ണുങ്ങൾ ചിലവ് കാശ് എന്ന് മനോരമ ആഴ്ച പതിവ് വാങ്ങാൻ വേണ്ടി മാറ്റി വെക്കണ പോലെ അലുവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ചിലവിന് കുറച്ച് കാശ് എടുത്തിട്ട് ബാക്കിയുള്ള കാശ് മാറ്റിവെച്ചു. മാറ്റിവെച്ച് അത് കൂട്ടിവെച്ചിട്ട് ഞാൻ അലുവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയുന്നു, അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണേ അല്ലാ, എന്റെ ഭാര്യക്ക് ഞാൻ ഇന്നലെ വരെ ചിലവിന് കൊടുത്തത് കൂടിപ്പോയി തമ്പുരാനെ, അതുകൊണ്ടല്ലേ അവൾ അലുവയ്ക്ക് വേണ്ടി കാശ് മാറ്റിയത്, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ അത്രയും കാശ് കൊടുക്കൂല അല്ലാ. കൂടുതൽ ചിലവിന് കൊടുത്താൽ അതുപോലും അല്ലാഹ് ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അണികളാ ഞാനും നിങ്ങളും.